വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് നമ്മുടെ വീട്ടിൽ ബാക്കി ഉണ്ടാവുന്ന ദോശമാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇഡ്ലി മാവ് ഉണ്ടാക്കും, അടുത്ത ദിവസം അത് ദോശയാക്കും, എന്നിട്ട് ബാക്കിയായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ നോക്കുക. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറത്ത് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ട്രൈ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കട്ടിയിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ദോശമാവ് ഉള്ളത്. ഈ ഒരു മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്ത് ആദ്യ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി, രണ്ടാമത്തെ ദിവസം ബാക്കിയുള്ള മാവാണ്. അതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കൈക്കണക്കാണ്. കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം 2 കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവിനായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവ് ടൈറ്റ് ആക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവ് ടൈറ്റ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. 1 ടേബിൾ സ്പൂണ് ഞാൻ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊക്കെ ഒരു ഉഴുന്നുവടേൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടി മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകമില്ലേ, ചെറിയ ജീരകം, അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് വേണ്ടത് കുറച്ചും കൂടെ ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ഓൾറെഡി നമ്മുടെ മാവിലുണ്ടാവും. ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരൊറ്റ ചേരുവയോടെ ചേർക്കാനുണ്ട്, വേറെ ഒന്നുമല്ല, ബേക്കിംഗ് സോഡയാണ്. സോഡാക്കാരല്ലേ, അത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണും പോലും വേണ്ട, അതിലും പകുതി മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. സോഡാക്കാരം ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വീർത്ത് വരും. നമ്മുടെ ഉഴുന്നുവട, നുള്ളി ഇടുന്ന ഉഴുന്നുവട പോലെ വീർത്ത് വരും. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. പിന്നെ ഉഴുന്നുവടയൊക്കെ പോലെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട. അപ്പോൾ അടുപ്പത്ത് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ കൈകൊണ്ട് മാവ് കോരിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അടിഭാഗത്താണ് ഉണ്ടാവുക. പിന്നെ അത് മുകളിലേക്ക് പൊങ്ങി വരും, ഫ്ലോട്ട് ചെയ്തിട്ട് വരും, നല്ല പഫായിട്ട് ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ കൊള്ളുന്ന അത്രയും നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ, പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്, പക്ഷേങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇത് നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ചായൻ്റെ കൂടെയോ അതല്ല ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അത് ഏകദേശം നമ്മുടെ സ്നാക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇതിപ്പം പറയുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ കുഴിപ്പണിയാരത്തിൻ്റെ ഒക്കെ ഒരു കൂട്ടാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് സ്പെഷ്യൽ ഉണ്ണിയപ്പച്ചട്ടി ഒന്നും വേണ്ട. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീട്ടിൽ ഒരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ നോക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ആദ്യത്തെ 2 ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്രിസ്പി ആയിട്ടാണ് പുറം ഭാഗമൊക്കെ ഉള്ളത്. നല്ല മൊരിഞ്ഞിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഇല്ല അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.